നമസ്കാരം. നമ്മൾ വെറുതെ പറയുന്നൊരു വാക്ക് ഒരു ബന്ധം തകർക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനോ കാരണമാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സംസാരത്തിനുള്ളിലെ ആ അദൃശ്യമായ എന്നാൽ അതിശക്തമായ ഊർജ്ജത്തെക്കുറിച്ചാണ്. നമുക്ക് ആഴത്തിലുള്ള ഒരു തത്വത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പണ്ടുകാലത്ത് ഭാരതത്തിൽ വാക്കിനെ ശിവനോടും സംസാരിക്കാനുള്ള കഴിവിനെ ശക്തിയോടുമാണ് ഉപമിച്ചിരുന്നത്. അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒരു സൃഷ്ടിയുടെ ബീജമാണ്. അതിന് ജീവൻ നൽകുന്ന ശക്തിയാണ് നമ്മുടെ സംസാരം. നമ്മൾ സംസാരിക്കുമ്പോൾ വെറുതെ കുറേ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരുതരം ദൈവികമായ ഊർജം തന്നെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൈവിക ശക്തിയുടെ പല വശങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? വാക്കുകളുടെ ആ ഒരു പവർ മുതൽ അതിനെ എങ്ങനെ ഒരു മന്ത്രം പോലെ ആക്കി മാറ്റാം എന്നുവരെ നമ്മളിന്ന് സംസാരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സംസാരത്തെ വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായി കാണാതെ ഒരു പവിത്രമായ വരദാനമായി കാണുന്നത്? ശരി, നമുക്ക് നോക്കാം. പണ്ടുള്ള ഋഷിവര്യന്മാർ ഈ ശക്തിക്ക് ഒരു പേരും നൽകിയിട്ടുണ്ട്: വാക് ശക്തി. ഇത് ചുമ്മാ ഒരു വാക്കല്ല, നമ്മുടെ റിയാലിറ്റിയെ തന്നെ രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരു ഫോഴ്സാണിത്. നോക്കൂ, ഈ ഒരൊറ്റ ശക്തി കൊണ്ട് നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടാക്കാം, അല്ലെങ്കിൽ കടുത്ത ശത്രുത വളർത്താം, സമാധാനം കൊണ്ടുവരാം, അല്ലെങ്കിൽ വലിയ കലഹങ്ങൾക്ക് തിരികൊളുത്താം. അത്രയ്ക്കും പവർഫുള്ളാണ്. അപ്പോ ഇതൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല കേട്ടോ. വാക്കുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ തന്നെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊരു തിരിച്ചറിവ് പണ്ടേ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ ഋഷികൾ മന്ത്രശാസ്ത്രം തന്നെ രൂപപ്പെടുത്തിയത്. ഓരോ മന്ത്രവും അത് കൃത്യമായ രീതിയിൽ ഉച്ചരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഒരു പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനുള്ള നമ്മുടെ കഴിവിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഉപയോഗമാണ് ഈ മന്ത്രങ്ങൾ. പക്ഷേ ഏതൊരു വലിയ ശക്തിക്കുമുള്ളതുപോലെ സംസാരത്തിനും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് നമ്മൾ ദുരുപയോഗം ചെയ്താൽ അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും വലുതായിരിക്കും. ദുരുദ്ദേശത്തോടെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് മൂർച്ചയേറിയ അമ്പുകൾ പോലെയാണ്. അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കും, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുണ്ടാക്കും. ചിലപ്പോൾ അത് വലിയ വിനാശങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം. നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്ന് തന്നെ ഇതിനൊരു കിടിലൻ ഉദാഹരണമുണ്ട്. ഓർക്കുന്നില്ലേ, ദുര്യോധനനെ നോക്കി ദ്രൗപദി പറഞ്ഞ ആ അപമാനകരമായ വാക്കുകൾ? ആ ഒരൊറ്റ പരിഹാസം അതാണ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ മഹാഭാരത യുദ്ധത്തിന് തിരികൊളുത്തിയത്. ഒന്നോർത്തു നോക്കൂ, ഏതാനും വാക്കുകളുടെ ശക്തി എത്ര ഭീകരമാണെന്ന്. അപ്പോൾ ആ ഒരൊറ്റ പരിഹാസത്തിന്റെ ഫലം എന്തായിരുന്നെന്നറിയാമോ? 8 അക്ഷൗഹിണി സൈന്യങ്ങളുടെ നാശം. അതായത് ലക്ഷക്കണക്കിന് പടയാളികളാണില്ലാതായത്. സംസാരത്തിന് എത്രത്തോളം വിനാശം വിതയ്ക്കാൻ കഴിയുമെന്നതിന് ഇതിലും വലിയൊരു ഓർമ്മപ്പെടുത്തൽ വേറെയുണ്ടോ? അപ്പോൾ ഈയൊരു വലിയ ശക്തിയെ നമുക്ക് എങ്ങനെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയും? മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്: ബോധപൂർവമായ പരിശീലനം. ഋഗ്വേദത്തില് ഇതിന് വളരെ മനോഹരമായ ഒരു ഉപമയുണ്ട്. സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകളെ മനസ്സാകുന്ന ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ ധാന്യങ്ങളിലെ ഉമി കളയുന്നതുപോലെ ആവശ്യമില്ലാത്ത മുറിവേൽപ്പിക്കുന്ന വാക്കുകളെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ സത്ത് മാത്രം പുറത്തേക്ക് വിടുക. അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലാക്കാം? എളുപ്പമാണ്. സംസാരിക്കുന്നതിന് മുൻപ് 1 സെക്കൻഡ് നിർത്തി ഈ 3 ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാനിത് നല്ല ഉദ്ദേശത്തോടെയാണോ പറയുന്നത്? ഇതിൽ വഞ്ചനയോ പരിഹാസമോ വല്ലതും ഒളിഞ്ഞിരിപ്പുണ്ടോ? പിന്നെ ഇത് കേൾക്കുന്നയാൾക്ക് വേദനയുണ്ടാക്കുമോ? ഈ ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ് മാത്രം മതി നമ്മുടെ സംസാരത്തെ കൂടുതൽ ശുദ്ധീകരിക്കാൻ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ്. കാരണം മനസ്സും നാവും തമ്മിൽ അത്രയ്ക്കും ആഴത്തിലുള്ള ഒരു കണക്ഷനുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരം എപ്പോഴും മനസ്സിന്റെ സത്യം വിളിച്ചു പറയും. നമ്മളൊന്നും സംസാരിച്ചില്ലെങ്കിലും പോലും ദേഷ്യം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചുവക്കുന്നത്, പേടിക്കുമ്പോൾ തൊണ്ട വരളുന്നത്, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ അത് മുഖത്ത് തെളിയുന്നത്, ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വെറുതെ കുറച്ച് വിവരങ്ങൾ കൈമാറുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എനർജി, അതാണ് ഓരോ വാക്കിലൂടെയും പുറത്തേക്ക് പോകുന്നത്. അത് നമ്മളെയും കേൾക്കുന്നയാളെയും ഒരുപോലെ ബാധിക്കും. നല്ല ഉദ്ദേശത്തോടെയുള്ള വാക്കുകൾക്ക് മുറിവുണക്കാൻ കഴിയും, എന്നാൽ ദുരുദ്ദേശത്തോടെയുള്ളവയ്ക്ക് ആഴത്തിൽ മുറിവേൽപ്പിക്കാനും കഴിയും. ശരി, ഇനി നമുക്ക് മറുവശം നോക്കാം. നല്ല വാക്കുകൾ, സൗമ്യമായ സംസാരം. ഇത് ശീലമാക്കിയാൽ കിട്ടുന്ന അവിശ്വസനീയമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? കാക്കയുടെയും കുയിലിന്റെയും കാര്യമെന്ന് ഓർത്തു നോക്കൂ. വളരെ ലളിതമായൊരു ഉദാഹരണമാണിത്. കാക്ക ആരെയും ഉപദ്രവിക്കുന്നില്ല, പക്ഷേ അതിന്റെ കർക്കശമായ ശബ്ദം കാരണം ആർക്കും അതിനെ ഇഷ്ടമല്ല. എന്നാൽ കുയിലിന്റെ കാര്യമോ? അത് നമുക്കൊന്നും തരുന്നില്ല, പക്ഷേ അതിന്റെ മധുരമായ പാട്ട് കാരണം നമുക്കെല്ലാവർക്കും അതിനെ ഇഷ്ടമാണ്. കണ്ടില്ലേ, മധുരമായ വാക്കുകൾക്ക് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാക്കി മാറ്റാൻ കഴിയും.
ഇതൊരു വലിയ സത്യമാണ്. ആളുകൾ ചിലപ്പോൾ നമ്മൾ ചെയ്ത സാമ്പത്തിക സഹായങ്ങൾ പോലും മറന്നുപോയേക്കാം. പക്ഷേ നമ്മുടെ നല്ല പെരുമാറ്റവും നമ്മൾ പറഞ്ഞ ദയയുള്ള വാക്കുകളും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഒരു സാന്ത്വനവാക്കിനോ പ്രോത്സാഹനത്തിനോ ഒരാളുടെ ജീവിതത്തിലുണ്ടാക്കാൻ കഴിയുന്ന മാറ്റം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബോധപൂർവം സംസാരിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ സാധാരണ സംഭാഷണങ്ങൾ പോലും ഒരു വിശുദ്ധ മന്ത്രം പോലെ ശക്തമായി മാറും. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഒരു പ്രാക്ടീസ്. പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, പ്രകൃതി തന്നെ നമ്മളെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് 2 ചെവികളും ഒരു വായുമാണ് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥമെന്താ? കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക. കേൾക്കുന്നതിൽ നിന്ന് ജ്ഞാനം ഉൾക്കൊണ്ട് അതിലെ സത്തുമാത്രം പുറത്തുവിടുക. നമ്മുടെ നാവിൽ അമൃതും വിഷവും ഒരുപോലെ ഇരിപ്പുണ്ട്. ഏതാണ് നമ്മൾ വിളമ്പേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എന്റെ നാവ് അമൃതമാണോ അതോ വിഷമാണോ? എന്റെ വാക്കുകൾ കൊണ്ട് ഞാനിന്ന് എന്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്? സ്നേഹബന്ധങ്ങളോ അതോ അകൽച്ചയോ? മുറിവുണക്കാനാണോ അതോ പുതിയ മുറിവുകൾ ഉണ്ടാക്കാനാണോ ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത്? ആ ഒരു ചോയ്സ്, ആ ഒരു ശക്തി, അത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ്.